പറ്റിയൊന്നും. ഏയ്, നീ എന്താ ഇവിടെ? ഇനിയും പുറപ്പെട്ടില്ലേ? ഇല്ല, ഞാൻ തെറ്റാ ചെയ്ത, ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റാ ചെയ്ത. ഇപ്പൊ എനിക്ക് മനസ്സിലായി, പണം മാത്രമല്ല ജീവിതം, ശരിക്കുള്ള സ്നേഹമാണ് ജീവിതം എന്ന് നീ പറഞ്ഞത് എനിക്ക് റിയലൈസ് ആയി. എനിക്ക് ബാബു തരണം കാർത്തിക്, പ്ലീസ്. എനിക്ക് നിന്നെ വേണം, എന്റെ കാർത്തികിനെ എനിക്ക് വേണം. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം കാർത്തിക്, പ്ലീസ്. കൈയെടുക്കടി കാർത്തി, എടുക്കടി കൈ. നീ ആരാന്നാ വിചാരിച്ചേ? കാർത്തിക്, എനിക്ക് നിന്റെ ദേഷ്യം മനസ്സിലാവുന്നു. ഞാൻ ചെയ്ത് തെറ്റാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? പറ, ഞാൻ ചെയ്യാം, പറ. ഓ, എന്ത് പറഞ്ഞാലും ചെയ്യുവോ നീ? നിന്നെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോ. കാർത്തിക്, പ്ലീസ് എന്നെ മനസ്സിലാക്ക, പ്ലീസ്. എന്താടി മനസ്സിലാക്കേണ്ടത്? ഇനി എന്ത് മനസ്സിലാക്കാനാ? എന്നെ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയവളല്ലേ നീ? നിന്നെ കല്യാണം കഴിച്ചാൽ വാടക വീട്ടിൽ കിടക്കേണ്ടി വരും. മാസം 15,000 സമ്പാദിക്കുന്നേ. EMI അടച്ച് ഞാൻ ചാകണോ? ജീവിതം മുഴുവൻ നരകമാണെന്ന് നീ പറഞ്ഞതല്ലേ? ഹേയ്, ഈ കാർത്തികിന് ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെയാണ്. ഇപ്പം മാത്രം നീ എന്നെ ഉണ്ടാക്കാൻ വന്നേ? വേണ്ട കാർത്തി, പാവം, എല്ലാവരും നോക്കുന്നു. നീ എന്തിനാ അവനെ തടയുന്ന? ഇത് എന്റെ കാർത്തിക. എന്നെ ചീത്ത പറയാൻ എല്ലാ അവകാശവും കാർത്തികിനുണ്ട്. കാർത്തിക് നിന്നെ സ്നേഹിക്കുന്നതാണോ നീ വിചാരിച്ചേ? എന്നാ ഇല്ല, നിന്നെ സ്നേഹിപ്പിച്ചത് ഞാനാ. നീ പറ കാർത്തിക്, നിനക്ക് എന്നെ അടിക്കണോ? ചെരുപ്പെടുത്ത് എന്നെ അടിക്കും. ഞാനത് തെറ്റ് ചെയ്തു, സമ്മതിക്കാം, അടിക്കാം. നിർത്തടി, ഒരുപാട് അഭിനയിക്കരുത് നീ. കാർത്തിക, പോയി വിടുന്നു. അങ്ങനെയൊന്നും വിട്ടിട്ട് പോകാൻ പറ്റില്ല. എനിക്ക് നിന്നെ വേണം. എന്നെ സ്നേഹിച്ച കാർത്തികിനെ എനിക്ക് തിരിച്ചു വേണം. പ്ലീസ്, പ്ലീസ് കാർത്തിക്. ബ്രോ പ്ലീസ്, പാവല്ലേ ബ്രോ, വിട്ടുകളെ ബ്രോ. എന്റെ പൊന്നു ബ്രോ, ഇവളാണോ പാവം? മേഡം ആരാണെന്നറിയാവോ? എയർ ഹോസ്റ്റസ്. ഞാൻ വലിയ പണക്കാരനാന്ന് കരുതി എന്നെ പ്രേമിച്ചു. പക്ഷെ ഞാൻ പണക്കാരനല്ലെന്ന് അറിഞ്ഞപ്പോ കുപ്പ വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിഞ്ഞിട്ട് പോയി മേഡം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ ബ്രോ ഈ മേഡത്തിനോട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ നോക്കിക്കോളാം, ഒന്നിനും ഒരു തടസ്സവും വരില്ലെന്ന് കെഞ്ചി കാല് പിടിച്ചു. ഡാ, നീ വേസ്റ്റാണ്, നിനക്കെന്നെ സ്നേഹിക്കാൻ ഒരു യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നടു റോട്ടിൽ നിർത്തി നാണം കെടുത്തി കയ്യിൽ 1000 രൂപ തന്ന് പറഞ്ഞയച്ചു ബ്രോ. ഇപ്പം ഞാൻ ലൈഫ് റിയലൈസ് ചെയ്തു, സ്നേഹത്തിന്റെ വില എന്തെന്ന് മനസ്സിലാക്കി. എന്നെ സ്വീകരിച്ചോ എന്നൊക്കെയല്ലേ ഇപ്പൊ എല്ലാരും പറയണം. ഞാനിവിടെ സ്വീകരിക്കണോ വേണ്ടയോ? ചോദിച്ച കേട്ടില്ല, ഞാനിവിടെ സ്വീകരിക്കണോ വേണ്ടയോന്ന്. കണ്ടില്ലേ, ഇപ്പോഴും നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഫ്ലൈറ്റിന് ഇനി സമയമുണ്ട്, പൊയ്ക്കോ. ഓ, കയ്യിൽ കാശില്ലല്ലേ? ഇതാ. ഓട്ടോ പിടിച്ച് എയർപോർട്ടിലേക്ക് പൊയ്ക്കോ. സിസ്റ്റർ പ്ലീസ് കരയണ്ട. ഇല്ല, കാർത്തിക് എന്നെ ജീവനെ സ്നേഹിച്ചപ്പോ എനിക്കത് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ അവനെ സ്നേഹിക്കുന്നു.
പക്ഷെ അവൻ അത് മനസ്സിലാക്കുന്നില്ല. അവൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിലും എപ്പോഴും എന്റെ കാർത്തിക് ഇവിടെ ഉണ്ടാവും. It's an everlasting love and everlasting love. Stop music. കാർത്തിക്, കാർത്തിക്. Where life's river flows, no one really knows till someone's there to show everlasting love. Whenever love and wrong, ours will still be strong. We'll have a very own everlasting love. Feel love. ഫ്രഷ് ആയിട്ട് തുടങ്ങിയാലോ? പേര് കാർത്തിക്, ജിം കോച്ച്. മാസം 15,000 രൂപയുള്ള ശമ്പളം. വീടൊരു ഗ്രാമത്തിലാ. 10ക്ക് 10 റൂമാണ്. എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? സോറി നിഷ, അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് മനസ്സിൽ കാണാൻ കഴിയില്ല നിഷ. എന്റെ സ്നേഹം സത്യമാണ്. അവൾ തീർച്ചയായും എന്നെ തേടി വരാതിരിക്കില്ല. എന്തിനാ കാർത്തി നമ്മുടെ എൻഗേജ്മെന്റ് ആണെന്ന് അവളോട് പറയാൻ പറഞ്ഞത്? നീ അത് പറയുമ്പോൾ അവളുടെ കണ്ണ് കണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഞാനുണ്ട്. അവൾ എന്നെ വിട്ട് ഒരിക്കലും എവിടെയും പോയില്ല. നീലരാവിൽ